പുസ്തകവണ്ടി ബുക്ക് കഫേയുടെ കാഞ്ഞങ്ങാട്ടിൽ വിപുലീകരിച്ച സ്റ്റാളിന്റെ ഉദ്ഘാടനം നടന്നു. എഴുത്തുകാരൻ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവശ്യപ്പെടുന്ന ഏതു പുസ്തകവും എവിടെയായാലും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമായ കാഞ്ഞങ്ങാട്ടെ പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ വായനക്കാരുടെയും സൗഹൃദങ്ങളുടെയും സൗകര്യം മാനിച്ച് സൗകര്യപ്രദമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുറച്ചുകൂടി സൗകര്യപ്രദമായ കാഞ്ഞങ്ങാട് പഴയ കൈലാസ് തിയേറ്ററിന് എതിർവശത്തുള്ള മാൾ ഓഫ് ഇന്ത്യ ബിൽഡിംഗിലാണ് ഇനി പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ പ്രവർത്തിക്കുക. ആളുകളെ വായനക്കാരിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നബിൻ ഒടയുംചാൽ, ജയേഷ് കൊടക്കൽ എന്നീ യുവാക്കളാണ് പുസ്തകവണ്ടി എന്ന ആശയത്തിന് രൂപം നൽകിയത്. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ ബുക്ക് കഫേ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ ബുക്ക് സ്റ്റാളിൽ വെച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ യാത്ര പോയതിലുള്ള ധൈര്യം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആക്ച്വലി അത് എൻ്റെ ഒരു ധൈര്യമൊന്നുമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒരു ധൈര്യത്തിലാണ് അത് സംഭവിച്ചു പോയത്. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ എന്നതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെയും പുസ്തകമാണെന്ന് ഞാൻ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകങ്ങൾ സംഭവിക്കില്ലായിരുന്നു. പുസ്തകത്തിൻ്റെ ഒരു തുടക്കം ഇട്ടത് ഞാനാണ്. ഈ പറയുന്ന ഒരു കൗതുകം, കുറച്ച് പേര് പുസ്തകം വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ മംഗലാപുരത്തെ ഡാൻസ് ബാറുകൾ നിരോധിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഞാൻ ഒരു ലൈംഗിക തൊഴിലാളിയെ കാണുമ്പോൾ അവരാണ് പറയുന്നത് അവർ ദാവങ്കരയിൽ നിന്ന് നേരത്തെ ദേവദാസിയാക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൗതുകം നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോഴാവുന്ന ഒരു കൗതുകം, ഈ കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്നൊരു കൗതുകത്തിന് പുറത്ത് അത് അന്വേഷിക്കാൻ ദാവങ്കരയിൽ പോകുന്നു. അവിടുത്തെ പിന്നെ കിട്ടുന്ന വിവരമനുസരിച്ച് കർപ്പനകളിൽ പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു പുസ്തകമാണ്. പുസ്തകവണ്ടി പ്രതിനിധി നബിൻ ഒടയഞ്ചാൽ ആമുഖഭാഷണം നടത്തി. ശാന്തമ്മ, നാരായണിയമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവയത്രി CP ശുഭ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരായ അംബികാസുധൻ ബാങ്ങാട്, രാജ്മോഹൻ നീലേശ്വരം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മാൾ ഓഫ് ഇന്ത്യയുടെ ലിയാഖത്ത് അലിയിൽ നിന്നും MK ഗോപകുമാർ മാസ്റ്റർ ബുക്ക് കഫേയുടെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ചന്ദ്രു വെള്ളരിക്കുണ്ട് ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.